الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ലോകത്ത് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം എന്നത്. ഭൗതികമായി മറ്റെന്ത് നേട്ടങ്ങൾ കൈവരിച്ചാലും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവൻ തികച്ചും നിർഭാഗ്യവാനാണ്. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മക്കൾ. ഒരു മനുഷ്യൻ ഇന്ന് ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന വേവലാതികളും ദുരിതങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും മിക്കവാറും സ്വന്തം മക്കളെ ചൊല്ലിയാണ് എന്നത് ഒരു പരമാർത്ഥമാണ്. സ്വന്തം മക്കളെ കുറിച്ച് ആശങ്കയിലാണ്, ഭീതിയിലാണ്, ഭയപ്പാടിലാണ് എല്ലാ മാതാപിതാക്കളും. പലരും ഇന്ന് മക്കൾ കാരണമായി കണ്ണീർ കുടിക്കുകയാണ്. അപമാന ഭാരത്താൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് പല രക്ഷിതാക്കളും. സന്താനങ്ങളെ വിശുദ്ധ ഖുർആൻ രണ്ട് വിധത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളും ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പകരുന്നതിലും നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കി മാറ്റുന്നതിലും സന്താനങ്ങൾക്കുള്ള സ്ഥാനത്തെയാണ് ഖുർആൻ ഈ ആയത്തിലൂടെ നിർണയിക്കുന്നത്. എന്നാൽ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാകേണ്ട, മാതാപിതാക്കൾക്ക് സന്തോഷവും കൺകുളിർമയും പകർന്നു തരേണ്ട സന്താനങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കുടുംബത്തിൽ ഏറ്റവും വലിയ മാനസിക സംഘർഷത്തിനും കുടുംബത്തിന്റെ അസ്വസ്ഥതയ്ക്കും നിമിത്തങ്ങളായി മാറുന്നുണ്ട്. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത് ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറൂഹും,
അതുകൊണ്ട് നിങ്ങൾ ഇവരെ കാത്തു സൂക്ഷിച്ചുകൊള്ളി. ഞാൻ നേരത്തെ ഓതിയ ആയത്തും ഈ ആയത്തും പരസ്പര വിരുദ്ധമായ രീതിയിലാണ് മക്കളെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. അതായത് നിങ്ങളുടെ ഇണകളില്, നിങ്ങളുടെ സന്താനങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും കൈക്കൊള്ളണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ച് താക്കീത് നൽകുകയാണ്. സന്താനം അത് നമ്മുടെ പക്കൽ അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ്. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്നാണ്. ഇവിടെ ഇന്നമ എന്നതിലെ മാ എന്ന ഒരു അക്ഷരത്തിന് ഹർഫിന് വലിയ അർത്ഥമുണ്ട്. ഇവിടെ മാത്രം എന്നൊരു മീനിങ് ആ ഹർഫിനുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണെന്നല്ല, പരീക്ഷണം മാത്രമാണ്. പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് തന്നതാണ്. ഇത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഐഹിക ജീവിതത്തിന്റെ നന്മകൾക്ക് ഇത് കാരണമായി തീരുന്നത് പോലെ തന്നെ നമ്മളെ പരലോകത്തിലെയും നന്മകൾക്കും തിന്മകൾക്കും അത് കാരണമായി തീരുമെന്നർത്ഥം. അതാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ മക്കൾ നിമിത്തമായി നമുക്ക് സ്വർഗത്തിലെത്താം. മക്കള് കാരണമായി തന്നെ നമുക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്നാണ് ഇതിന്റെ സൂചന. ഈ തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റായിൻ, നിങ്ങൾ എല്ലാവരും റാവാണ്. റാ എന്ന് പറഞ്ഞാൽ മേയ്ക്കുക എന്നതിന്റെ വാക്കർത്ഥം. നിങ്ങളെ മേയ്ക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആട്ടിടയന്മാരാണ്, കന്നുകാലികളെ മേയ്ക്കുന്നവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭരണീയരെ കുറിച്ച്, നിങ്ങളുടെ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. വളരെ അർത്ഥഗർഭമായ ഒരു പ്രയോഗമാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിരിക്കുന്നത്. റാ എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടികളുടെ, കന്നുകാലികളുടെ യജമാനനല്ല ഈ ആട്ടിടയൻ. ആട്ടിൻകുട്ടികളുടെ യഥാർത്ഥ ഉടമസ്ഥൻ, യജമാനൻ ആട്ടിടയനെ ഏൽപ്പിക്കുകയാണ് കുറച്ച് ആട്ടുകുട്ടികളെ അല്ലെങ്കിൽ ആടുകളെ. വൈകുന്നേരം വരെ അതിനെ പരിപാലിക്കാൻ, അതിനെ മേയാൻ വിടണം, അതിനെ മേയ്ക്കണം, അതിന് ആഹാരം വെള്ളമൊക്കെ കൊടുക്കണം, അതിനെ മറ്റു ജീവികൾ ആക്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അതിനെ പരിപാലിക്കണം. വൈകുന്നേരം ആകുമ്പോൾ ഈ ആട്ടിൻകുട്ടികളെ കുറിച്ച് ആട്ടിടയൻ യജമാന് കണക്ക് ബോധിപ്പിക്കണം. അതെ, നമ്മുടെ മക്കളാകുന്ന ആട്ടിൻകുട്ടികളെ പരിപാലിക്കേണ്ട ആട്ടിടയന്മാരാണ് ഓരോരുത്തരും. നാളെ പരലോകത്തെത്തിയാൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന ഈ അമാനത്ത് നിങ്ങളുടെ മക്കളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സ്കൂൾ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ ആത്മാർത്ഥമായിട്ട് ഈ ഖുതുബ ശ്രദ്ധിക്കുക. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സന്താനങ്ങളെ കുറിച്ച് വളരെ ദുഃഖകരമായ വാർത്തകളാണ് കേൾക്കുന്നത്. അനുദിനമല്ല, അനുനിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് 45 വർഷങ്ങളോളമായിട്ട് എൻ്റെ അധ്യാപന ജീവിതത്തിലെ അനുഭവ സാക്ഷ്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. മക്കളെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു എന്നതല്ലാതെ ഞാൻ മക്കളെ കുറിച്ച് ദിനേന അനുഭവിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ആ നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. പ്രണയത്തിൽ അകപ്പെടുന്ന ഒരുപാട് കുട്ടികൾ, മയക്കമരുന്നിന് അടിമകളാകുന്ന ഒരുപാട് കുട്ടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിനും കേടാകാതെ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യനും ജനിക്കുന്ന ശുദ്ധ പ്രകൃതിയിലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുഞ്ഞും ജനിക്കുന്ന ശുദ്ധ പ്രകൃതിയിലാണ്. ആ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ച കുഞ്ഞ് എങ്ങനെ ഒരു തമ്മാടിയായി, എങ്ങനെ കുരുത്തക്കെട്ടവനായി മാറി, എങ്ങനെ ഒരു കൊലപാതകയായി മാറി? ഈ അടുത്ത കാലത്ത് റമദാന് മുൻപ് തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ, ഇന്ന് റോമ
ട്രോമ കെയർ കേസിൽ, അതായത് ഏകദേശം ബ്രെയിൻ ഡെത്ത് ആയിട്ട് കിടക്കാണ്. ആ യുവാവ് ചാനൽ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞത് എന്നെ കൊലപാതകിയാക്കിയത് എന്റെ മാതാവാണ്. ഇവിടെ ആ പ്രതിക്കൂട്ടിൽ ഒന്നാമത്തെ പ്രതി ഈ യുവാവാണെങ്കിലും ഞാൻ പറയുന്നത് ആ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടവരാണ് മാതാപിതാക്കളും. നമ്മുടെ ഈ ലോകത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ കോടതി പ്രകാരം അവർ പ്രതിക്കൂട്ടിലല്ലെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ മാതാപിതാക്കൾ പ്രതിക്കൂട്ടിലാണ്. 10ാം ക്ലാസ് പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഷഹബാസ് എന്നൊരു കുട്ടിയെ സുഹൃത്തുക്കള് അടിച്ചു കൊന്നു. ഈ കൊലപാതകളായ കുട്ടികള് ഒന്നാം പ്രതിയാകുമ്പോൾ ആ പ്രതിക്കൂട്ടിൽ അവരുടെ മാതാപിതാക്കളുമുണ്ട്. ഈ സന്ദർഭത്തിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഇതാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും രക്ഷിതാവ് എന്ന നിലയ്ക്ക്, മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ കടമകൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ഒരു വിചിന്തനം, ഒരു സെൽഫ് എക്സാമിനേഷൻ അത് നടത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മെക്കുറിച്ച്, നമ്മുടെ സന്താനങ്ങളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാം ഒരു പരിശോധന നടത്തണം, ഒരു വിചിന്തനം നമ്മൾ നടത്തണം. കാരണം ഇത് നമ്മുടെ പരലോകമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല സൂറത്ത് തഹ്രീമിൽ പറയുന്നത് പലപ്പോഴും പലരും കേട്ടതാണ്. സാന്ദർഭികമായിട്ട് പറയട്ടെ, യാ അയ്യുഹല്ലദീന ആമനൂ, സ്നേഹത്തോടെ കാരുണ്യത്തോടെ അള്ളാഹു ഖുർആനിൽ വിളിക്കുന്ന ഒരു വിളിയാണ്, അല്ലയോ വിശ്വാസികളെ. ആ വിളിയില് അള്ളാഹുവിന്റെ സ്നേഹമുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം ആ വിളിയുടെ ഭാഗത്തിലുണ്ട്. അല്ലയോ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും, നിങ്ങളെ തന്നെയും നിങ്ങളുടെ ദേഹത്തെയും, വഅഹ്ലീകും നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ഇണകളെ, നിങ്ങളുടെ മക്കളെ, അഹ്ലീകും നാറ അഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് അഗ്നിയെ കുറിച്ച് പരാമർശിക്കുന്നത് എങ്ങനെയാ? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകാഗ്നിയില്, ആ നരകത്തില് ഇന്ധനം, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളുമാണ്. എന്നിട്ട് പറയുന്നു അലൈഹ മലായിക, ആ കാവലിന്, അവരെ നരകത്തിന്റെ കാവൽക്കാരായിട്ട് അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ വിശേഷം എന്താ? പരുഷന്മാരാണ് അവര് കഠിനന്മാരാണ്. നിങ്ങളിന്ന് നരകത്തിൽ വെന്തരിയുമ്പോൾ നിങ്ങളോട് സിമ്പതി തോന്നിയിട്ട് രക്ഷപ്പെടുത്തൂല. കാരണം ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫലൂന മാ യുമറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ കൃത്യമായി നിർവഹിക്കും. അള്ളാഹുവിനോട്, അവരുടെ രക്ഷിതാവിനോട് അവര് അനുസരണക്കേട് കാണിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഇമാമ് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയാറുണ്ടല്ലോ. എന്താ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ഒരു സദസ്സിലൊക്കെ എപ്പോഴും ഉണ്ടാകും? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബലന, ഞങ്ങൾക്ക് നീ തരണ റബ്ബേ, മിൻ അസ്വാജിന വ ദുരിയാത്തിന, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഖുർറത അയുൻ, കൺകുളിർമ നൽകണ റബ്ബേ. നമ്മൾ പ്രാർത്ഥിക്കാറില്ല, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇമാമിന്റെ പ്രാർത്ഥന ആമീൻ പറയുക തന്നെ ചെയ്യാറുണ്ട്. അതിന്റെ അർത്ഥം അറിയോ? വജാൽനാലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ, എന്റെ ഇണകളെ, എന്റെ മക്കളെ, എന്നെ റബ്ബേ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ, മുത്തഖീങ്ങൾക്ക് ഭയഭക്തികളുള്ളവരുടെ നേതാക്കളാക്കണേ ഞങ്ങളെ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ചെടി നട്ടു, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ തൈ നട്ടു, അതിൽ നിന്ന് എനിക്ക് ഫലം നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ നാം അതിനെ പരിപാലിക്കണ്ടേ, അതിനെ പരിചരിക്കണ്ടേ, അതിന് വെള്ളം കൊടുക്കണ്ടേ, അതിനെ നനയ്ക്കണ്ടേ, അതിന് വളമിട്ട് കൊടുക്കണ്ടേ? എനിക്ക് അതിന് കായ്കനികൾ ഭാവിയിൽ കിട്ടണമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ, ആ പ്രതീക്ഷയോടാണ് നമ്മൾ അതിനെ വളർത്തിയതെങ്കിൽ, നട്ടുപിടിപ്പിച്ചതെങ്കിൽ, ഇടക്കിടക്ക് ഒന്ന് അതിന്റെ മുരട്ടുന്ന മണ്ണൊക്കെ മാറ്റി ഒന്ന് വളമിട്ട് കൊടുക്കണ്ടേ? മാത്രല്ല, ആ ചെടിയെ, വൃക്ഷത്തെ നശിപ്പിക്കുന്ന കീടങ്ങളെ, ആ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കീടനാശിനിക്കൊന്ന് അപ്ലൈ ചെയ്യണ്ടേ?
പരിചരണം ഉണ്ടാകുമ്പോഴാണ് ഒരു ചെടി പോലും, ഒരു വൃക്ഷം പോലും നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ മക്കളിൽ നമ്മൾ എന്തെങ്കിലും അനുകൂലമായിട്ട് പ്രതീക്ഷിക്കുമ്പോൾ അത് നമ്മൾ പരിചരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. മക്കൾക്ക് ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അതല്ല. അത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഭൗതികമായ സൗകര്യങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കണം. പക്ഷേ ഇവിടെ ഇന്ന് മക്കൾക്ക് രക്ഷാന്ന് കിട്ടാതെ പോകുന്നത് അത് ധാർമ്മികമായ ശിക്ഷണവും ഒരാത്മീയ ബോധനവുമാണ് കിട്ടാതെ പോകുന്നത്. അതാണ് കിട്ടാതെ പോകുന്നത്. ഇവിടെ നമ്മൾ കുട്ടികളെ മദ്രസയിൽ അയക്കുന്നുണ്ട്, ശരി തന്നെ. അതുകൊണ്ട് നമ്മളെ ബാധ്യത തീരുന്നില്ല. അതായത് ഈ ദുനിയാവില് മാതാപിതാക്കൾക്ക് മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ സമ്മാനം അത് സന്മാർഗ നിഷ്ഠയാണ്, ഇസ്ലാമിക സംസ്കാരമാണ്. ഏറ്റവും വലിയ സമ്മാനം അതാ കൊടുക്കാനുണ്ട്. സന്താന പരിപാലനത്തിൽ ഇസ്ലാം മാതാപിതാക്കൾ ചില ബാധ്യതകൾ അനുശാസിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായുള്ള ബാധ്യത അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ കുറിച്ചുള്ള ബോധം അവരുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണം. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കൊടുക്കണം. ചെറിയ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സ്, ആ മനസ്സ് ഒരു ക്ലീൻ സ്ലേറ്റ് ആണ്, ഒരു വൈറ്റ് പേപ്പറാണത്. ആ ക്ലീൻ സ്ലേറ്റില്, ആ വൈറ്റ് പേപ്പർ എന്താണോ നമ്മൾ ആദ്യത്തിലെ വരച്ചു വെക്കുന്നത്, ആ ഹൃദയത്തിൽ ആ സ്ലേറ്റ്, ആ പേപ്പർ ആകുന്ന ഹൃദയത്തിൽ അവിടെ ഉണ്ടാകും. അവർക്കത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണത്. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ വാഹനപ്പുറത്ത് ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ വാഹനത്തിന്റെ പിന്നിൽ ഇരുത്തുകയാണ്. എന്നിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയോട് പറയാ, യാ ഉലാം, പൊന്നു മോനെ, ഇന്നി ഉഅല്ലിമുക ബി കലിമാത്തിൻ, ഞാൻ ചില വചനങ്ങൾ മോനോട് പറഞ്ഞു തരട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് ഇഹ്ഫദില്ല, മോൻ അള്ളാഹനെ സൂക്ഷിക്കണം. മോൻ അള്ളാഹനെ സൂക്ഷിക്കണം. യഹ്ഫദുക, എങ്കിൽ അള്ളാന്റെ കാവല് മോൻ ഉണ്ടാവും. റബ്ബിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ടാണ് മോൻ മുന്നോട്ട് പോകുന്നെങ്കിൽ മോൻ ഒരിടത്തും പരാജയപ്പെടൂല. ഇനി മോൻ സഹായം ചോദിക്കുകയാണെങ്കിൽ, അഭൗതികമായ സഹായം മോൻ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനാണ് മറ്റൊരു ഭാഷയിൽ അള്ളാഹിന്റെ റസൂലി കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്നത്. ഈ കുട്ടി പിന്നെ ആരാന്നറിയോ? ഇമാമുൽ മുഫസ്സിരീനാണ്. മുഫസ്സിരീങ്ങളുടെ നേതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അല്ലെങ്കിലോ അള്ളാഹിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധം, അവൻ അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, അവൻ ബസീറാണ്, എല്ലാം കാണും മോനെ. അള്ളാഹു അവൻ ഖബീറാണ്, എല്ലാം സൂക്ഷ്മമായിട്ട് അറിയും മോനെ. മോനെന്ന് ഉമ്മാനിപ്പാനി പറ്റിച്ചുകൊണ്ട്, ടീച്ചേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ട് മോനെന്ന് മൊബൈലിൽ പലതും കാണുന്നുണ്ടല്ലോ. പക്ഷേ അതൊക്കെ അള്ളാഹുവിന്റെ സൂക്ഷ്മമായ ക്യാമറകളിലൊക്കെ പതിയും മോനെ എന്ന ബോധം ആ കുട്ടിയിലുണ്ടാക്കണം. ആ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കുട്ടികള് അള്ളാഹുവിനെ റസൂലിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും സ്കൂളിന്റെ ക്യാമ്പസിലൊന്ന് വീക്ഷിച്ചു നോക്കുക. ആ ക്യാമ്പസിന് പരിസരത്തുള്ള റോഡുകളിലൊന്ന് വീഴ്ച നോക്കുക. മുസ്ലിം കുട്ടികൾ എത്രയാണ് സഹോദരങ്ങളെ, ആണും പെണ്ണും 5 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഏതെങ്കിലും കഫേയില് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രികളിൽ പോലും വിഹരിക്കുകയാണ്. അത് വളരെ അപകടകരമാണ്. ഈ ജനറേഷന്റെ പോക്ക് നാം ആശങ്കയിലാവണം. നമ്മൾ ഇപ്പോൾ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അതായത് കുട്ടികൾ ഈ ബോധത്തിലെത്തണം. കണ്ടതും കേട്ടതും സംസാരിച്ചതും പ്രവർത്തിച്ചതും എല്ലാം തന്നെ ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെ നാളെ പരലോകത്ത് മോനെ നിന്നെ റബ്ബ് ചോദ്യം ചെയ്യുന്ന ബോധം ഉണ്ടാകണം. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് അല്ലാഹു തആലയെ കുറിച്ചുള്ള ബോധം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകേണ്ട ബോധം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സാക്ഷ്യപത്രം
ഈ സാക്ഷ്യം, ഈ സത്യസാക്ഷ്യമുണ്ടല്ലോ, ഷഹാദത്ത്, അത് ആദ്യം ക്ലിയർ ആവും. അത് ക്ലിയർ ആവാതെയാണ് ഇന്ന് മക്കൾ നമസ്കരിക്കുന്നത്. അത് ക്ലിയർ ആവാതെയാണ് മക്കൾ നോക്കുന്നത്. അത് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹ് വളർന്നു വരുന്ന സമൂഹം പല അപജയങ്ങൾക്കും പെട്ടുപോകുന്നതിന് കാരണം അവർ ആരൊക്കെയോ മോഡലാക്കിയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ വീട് സന്ദർശിച്ചു. ഒരാൺകുട്ടി. ആ കുട്ടിയുടെ ബെഡ്റൂമിൽ കയറാനിടയായി. കുടുംബക്കാരവിടെ ഉള്ളപ്പോൾ അവിടെ കണ്ടെന്താ വെച്ചാല് സിനിമാ നടന്മാരുടെ ഫോട്ടോസ് മുഴുവനും, ഹിന്ദി സിനിമാ ഫോട്ടോസ് മുഴുവനും അവന്റെ റൂമിൽ ഓൻ പതിച്ചു വെച്ചിരിക്കുന്നത്. ഓന്റെ മനസ്സിൽ ഈ നടന്മാരാണ്. ആ നടന്മാരാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്. അവന്റെ മോഡൽ അവരാണ്. ഏതെങ്കിലും നടന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും കായിക താരങ്ങൾ. അപ്പോൾ അവന്റെ മുടി അങ്ങനെയായി, അപ്പോൾ അവന്റെ കുപ്പായ അങ്ങനെയായി. ഇന്നത്തെ ആൺകുട്ടികളുടെ മുടി, ഇന്നത്തെ പുതിയ ഫാഷൻ മുടി മുന്നോട്ടാണ്. കണ്ണതിനുള്ളിൽ കൂടെ നോക്കണം. എന്നിട്ട് ഈ മുടിയോട് കൂടിയാണ് സുജൂദ് ചെയ്യുന്നത്. ഏതെങ്കിലും സുജൂദ് അന്ന് സ്വീകരിക്കും? 7 അവയവങ്ങൾ നിലത്ത് തട്ടാതെയുള്ള സുജൂദ് അന്ന് സ്വീകരിക്കൂലല്ലോ. ഇത് കുട്ടിക്ക് അറിയില്ല. പക്ഷെ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയാം. എന്തുകൊണ്ട് ചെറുപ്പത്തിൽ പറയുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ ദൂതരില് ഉത്തമമായ മാതൃകയുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും. അത് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും, എല്ലാ കാലഘട്ടത്തിലെ മനുഷ്യർക്കും, എല്ലാ ദേശങ്ങളിലെ മനുഷ്യർക്കും, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആർക്കും മാതൃകയുണ്ട്. ആ മാതൃക മോനെ നീ പിൻപറ്റണമെന്ന് കുട്ടിയെ പഠിപ്പിക്കാൻ, അത് കുട്ടി പഠിച്ചിട്ടുള്ളത് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാക്കണം. ഇവിടെ സഹോദരങ്ങൾ, നമ്മൾ മദ്രസയിൽ അയച്ചു എന്നതുകൊണ്ട് നമ്മുടെ ജോലി തീരുന്ന, മാതാപിതാക്കളുടെ ദൗത്യം തീരുന്നില്ല, കടമ തീരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ മദ്രസ എന്ന് ഒരു തിയറി മാത്രമാണ്, ഒരു തിയറി ക്ലാസ് മാത്രമേ അവിടെ ഉള്ളൂ. അതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് കൊടുക്കേണ്ടത്, അതിന്റെ പ്രാക്ടീസ് നടക്കേണ്ടത് വീടുകളിലാണ്. വീടുകളിലെ അന്തരീക്ഷം, ഗൃഹാന്തരീക്ഷം നന്നാക്കണം. മാതാപിതാക്കള് യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ തയ്യാറാക്കണം. ഉത്തമ മാതൃകയുടെ ഉടമകളായി മാറണം മാതാപിതാക്കള്. അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിക സംസ്കാരം ഉണ്ടാക്കണം. ഉദാഹരണമായിട്ട് മദ്രസ അധ്യാപകൻ പഠിപ്പിക്കുന്നു, ഉസ്താദ് പഠിപ്പിക്കുന്നു ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളെ, മക്കളെ സുബഹി നമസ്കാരത്തിന്റെ ആ ബാങ്കിൽ ഒരു പ്രത്യേക വചനമുണ്ട് കേട്ടോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹു വിളിക്കുകയാണ് എന്ന് മക്കളെ പഠിപ്പിച്ചു. ഇത് പഠിച്ച മകൻ വീട്ടിൽ പോയി കടന്നുറങ്ങി. പിറ്റേ ദിവസം ആ സമയം പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ടുണ്ട്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. പക്ഷേ അവൻ നോക്കുമ്പോ ഉമ്മയും പാപ്പി എഴുന്നേറ്റിട്ടില്ല, താത്തി അടിയങ്കാക്കി എണീറ്റിട്ടില്ല, ഇക്കാക്കി താത്തി എണീറ്റിട്ടില്ല. ഇതാണ് അവൻ വീട്ടിൽ കാണുന്നതെങ്കിൽ എന്ത് ധാർമ്മികമായ ശിക്ഷണം നമ്മൾ കൊടുക്കുന്നത്? അപ്പൊ അവൻ മനസ്സിലാക്കുന്നത് സ്കൂളുകളിൽ സയൻസും മാത്സും പഠിക്കുമ്പോൾ അതൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. അതുപോലെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പഠിച്ചത്. ആ കുട്ടി മനസ്സിലാക്കാൻ ദുനിയാവിലെ പഠനം അത് ശരീരത്തിന്റെ ഭക്ഷണമാണെങ്കിൽ, ഈ മദ്രസയിൽ കുട്ടി പഠിക്കുന്ന പഠനം അത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ഈ ആത്മാവിന്റെ ഭക്ഷണം ദുനിയാവിലേക്ക് മാത്രമല്ല, വർഷത്തിലേക്കും അത് പരലോകത്തേക്കും കൂടി, ഖിയാമത്തിലേക്കും കൂടിയുള്ള ഒരു ഭക്ഷണമാണ് ആത്മാവിന്റെ ഭക്ഷണം. ആ ആത്മാവിന്റെ ഭക്ഷണം മക്കൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരം പറയാൻ. അതിന് അല്ലാഹു തആല നാം എല്ലാവരെയും, അല്ലാഹു നമ്മേവരെയും തൗഫീഖ് ചെയ്യുമാറാകണം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യകുലത്തിന് മാർഗദർശനമായിട്ട് അള്ളാഹു ഇറക്കി തന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ മക്കളുടെ ഉയർന്ന പഠന നിലവാരത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ അവർക്ക് ഉദ്യോഗം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഒരുപാട് പണം നമ്മൾ ചെലവഴിക്കാറുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിക്കാറുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ ഉറപ്പൊഴിയാറുണ്ട്. മാതാവും പിതാവും ഉറപ്പൊഴിയാറുണ്ട്.
എത്രയോ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, പലരിലും കടം വാങ്ങി ബാങ്കിൽ നിന്ന് വരെ ലോൺ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ. പക്ഷേ എന്തുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ആവശ്യമാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്, അത് കൊടുത്തു കുട്ടികൾ ലോൺ എടുക്കണ്ട, അല്ലാതെ പഠിപ്പിച്ചോട്ടെ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന മാതാപിതാക്കൾ, ഇതിനൊക്കെ ഇത്രയും ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കൾ എന്തുകൊണ്ട് അവരെ ഖുർആൻ പഠനത്തിൽ ഇത്ര താല്പര്യമെടുക്കുന്നില്ല? മദ്രസ 5ലോ 7ലോ പഠിച്ചു നിർത്തി, പിന്നെ ഇവർക്ക് ഖുർആനായിട്ട് കുട്ടികൾക്ക് വല്ല ബന്ധമുണ്ട് അല്ലെ? അള്ളാന്റെ റസൂല് അവസാനമായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഉപദേശമാണല്ലോ തറത്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോവാം. നിങ്ങൾ അത് രണ്ടും മുറുകെ പിടിക്കാൻ നിങ്ങൾ ആരും വഴി പഠിക്കില്ല. അത് പിടിക്കുന്നില്ലെങ്കിൽ വഴി പഠിക്കും അതിന്റെ അർത്ഥം. അത് പിടിക്കുന്നില്ല. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും. അത് മുറുകെ പിടിക്കുന്നുണ്ടോ കുട്ടി, ഇത് നമ്മൾ പരിശോധിക്കാറുണ്ടോ? ഉണ്ടോ? ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഒരു യുവാവ്, വിദ്യാസമ്പന്നായ യുവാവ്, ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ യുവാവിന് ഏകദേശം 30-35 വയസ്സായപ്പോൾ ഒരു മാറാരോഗം. പരിശോധിച്ചപ്പോൾ അത് ക്യാൻസറാണ്. ബയോപ്സി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 4th സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇറീകവറബിൾ, സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ്. വിധി എഴുതിയ ഡോക്ടർ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഈ വിവരം യുവാവായ രോഗിയെ അറിയിച്ചിട്ടില്ല. പക്ഷേ യുവാവ് കിടക്കുന്ന, രോഗി കിടക്കുന്ന റൂമില്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ റൂമിലേക്ക് ഈ വിവരം പറഞ്ഞ കുടുംബത്തിലെ ഏതോ സ്ത്രീ വന്നിട്ട് ഈ രോഗിയെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോൾ ഈ യുവാവിന് സംശയം കൂടി. ഉപ്പനോട് പറഞ്ഞ ഇതിന്റെ കേഷീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാണിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി തനിക്കിനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സന്ദർഭത്തിൽ തന്റെ അവസാനം അടുത്തു എന്ന് ബോധ്യമായ യുവാവ് തന്റെ പിതാവിനോട് പറഞ്ഞു, ഉപ്പ നിങ്ങൾ പോയിട്ട് എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്ന് കൊടുക്കണം. അപ്പൊ സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ മകൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. മരിക്കാൻ പോവുകയാണല്ലോ, മോന്റെ ഒരു അവസാന ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് പിതാവ് വീട്ടിൽ പോയിട്ട് ഈ മകന്റെ ഷെൽഫൊക്കെ തുറന്ന് സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് വന്നു. വരുന്ന സമയത്ത് ഈ യുവാവിന്റെ മലക്കുൽ മൗത്ത് വന്നെത്തിയിട്ടുണ്ട്. മലക്കുൽ മൗത്തിനെ കൂടെ പറഞ്ഞോളൂ. അസ്രായിലിന്റെ പേര് മലക്കുൽ മൗത്തിന് എവിടെയും നമ്മൾ രേഖയിൽ നമുക്ക് പ്രമാണത്തിൽ കാണാൻ സാധിക്കും. മലക്കുൽ മൗത്ത് വന്നിട്ടുണ്ട്. ആ സമയമാണ് ഇതുമായിട്ട് വരുന്നത്. ഏതാ സമയം അറിയോ? കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫതി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കല്ല ഇദാ ബലഗതി തറാഖിയ, പ്രാണൻ തൊണ്ടക്കുഴിയിലെത്തിയാൽ, വഖീല മൻ റാഖ്, ഇവനെ രക്ഷിക്കാൻ ആരുണ്ടെന്ന് പരസ്പരം മന്ത്രിക്കുമ്പോൾ, ആളുകൾ പുറപ്പെടുക്കുമ്പോൾ, അവൻ വിചാരിക്കുന്നുണ്ട് അവന്റെ വേർപാടാണ്, ദുനിയാവിന്റെ വേർപെടുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. കണങ്കാലുമായിട്ട് എന്നെ കൂടി ചേരുന്നുണ്ട്. ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്, അവനെ കൊണ്ടുപോകുന്ന അന്നേ ദിവസം റബ്ബിലേക്ക്. ആ സമയമാണ് അവസാന സമയം, എല്ലാവർക്കും അനുഭവിക്കേണ്ട ഈ സമയത്താണ്, ഏകദേശം ഈ സമയത്താണ് ഉപ്പ സർട്ടിഫിക്കറ്റ്സ് ആയി വരുന്നത്. ഈ സർട്ടിഫിക്കറ്റ്സ് കയ്യിലേക്ക് വാങ്ങി അവന്റെ മസിൽസിന്റെ ശേഷിയെല്ലാം കുറയുന്നു, ഞരമ്പുകളൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് സർട്ടിഫിക്കറ്റ്സ് വാങ്ങി യുവാവ് കിടന്നുകൊണ്ടിരിക്കുക, കൈകൊണ്ട് വാങ്ങി, വിരലുകളുടെ പൊറുക്കി പിടിക്കാൻ കഴിയുന്നില്ല, വിരലുകൾക്കിടയിലൂടെ അതിങ്ങനെ ഉതിർന്ന് വീണ് എല്ലാ സർട്ടിഫിക്കറ്റ്സും തറയിലെത്തി. അവിടെ വെച്ച് ഈ കുട്ടിയുടെ, യുവാവിന്റെ ഒരു ചോദ്യമുണ്ട്, ഉപ്പ നിങ്ങളിന്റെ ഖുർആൻ പഠിപ്പിച്ചില്ലല്ലോ. ശരിയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ഉപ്പ പൊട്ടിക്കറിയാണ് ആ റൂമിൽ നിന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാലോ. പൊട്ടിക്കറിയാണ് പിതാവ്. എന്താ കാരണം? ഒരു കാര്യം ഈ യുവാവ് മനസ്സിലാക്കിയിട്ടുണ്ട്, മരിച്ച കബറിൽ ചോദ്യം ഉണ്ടാവും. ഖബറിലെത്തും, 2 മലക്കുകൾ താങ്ങിയിരുത്തും. അവശരായ രോഗികളെ ബൈസ്റ്റാൻഡേഴ്സ് ആശുപത്രിയിൽ താങ്ങിയിരുത്തി മരുന്നും ചായയൊക്കെ കുടിപ്പിക്കുന്നില്ല, അതുപോലെ താങ്ങിയിരുത്തും. നേരത്തെ വേർപ്പെട്ട ആ റൂഹ് ശരീരമായിട്ട് ചേർത്തിട്ട് അവന്റെ ഖബറിലങ്ങോട്ട് ഇരുത്തും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, എന്റെ റബ്ബാരാണ്.
മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? നിന്നിലേക്ക് അയക്കപ്പെട്ട ആ മനുഷ്യൻ ആരാണ്? പ്രവാചകരുടെ ചോദ്യം. മാ ഇൽമുക, നിന്റെ ഇൽമ് എന്താണ്? എന്താണ് നിന്റെ അറിവ്? നീ ദുനിയാവിൽ എന്താണ് നേടിയത്? നല്ല മനുഷ്യന്മാർക്ക് പറയാൻ ഉത്തരം, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് വായിച്ചു, വആമൻതു ബിഹി, ഞാൻ അത് വിശ്വസിച്ചു, വസദ്ദഖതു, ഞാൻ അത് സത്യപ്പെടുത്തി, അത് ഞാൻ ജീവിതത്തിൽ പകർത്തി എന്നതാണ് നല്ല മനുഷ്യന്റെ ഉത്തരം. അല്ലാത്തവനൊക്കെ എന്താ പറയാ? ആ ദീർഘമായ ഹദീസില് നിവേദിച്ച ദീർഘമായ ഹദീസില് എനിക്കൊന്നും അറിയില്ല എന്ന് പറയേണ്ടി വരും. ആ സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കുക. പരിസരത്ത് മദ്രസ ഉണ്ടാവും, മദ്രസയിൽ താല്പര്യം കൊടുക്കുക, മദ്രസയെ പറഞ്ഞേക്കാൻ. സ്കൂളിനെ പോലെ തന്നെ മദ്രസയിലും പഠിക്കാൻ താല്പര്യം കൊടുക്കുക, അതിനെ അവഗണിക്കാതിരിക്കുക, അതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ആ വിധത്തിൽ മക്കളെ നമ്മൾ പരിപാലിക്കുക. അങ്ങനെ യഥാർത്ഥത്തിൽ മക്കളെ പരിപാലിച്ച് അള്ളാഹുവിന്റെ വിജയം നേടാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റഹ്മാനെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ ഇന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റബ്ബേ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും അതുപോലെ പല സഹോദരങ്ങളും നിന്റെ വിളിക്ക് ഉത്തരം നൽകിയ ബർസഖിലാണ് റബ്ബേ. അവരുടെ ബർസഖി ജീവിതം ധന്യമാക്കണ റബ്ബേ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അർഹമുർ റഹീമീൻ റബ്ബേ, നിന്റെ ഈ ഭവനത്തിൽ ഒന്നിച്ചുകൂടി ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾ പലരും അനുഭവിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീ ഒരു ശമനം ഉണ്ടാക്കണം റബ്ബേ. റബ്ബേ, രോഗം കൊണ്ട് വരുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളിലും വീടുകളിലും ആശുപത്രിയിലും കിടക്കുന്ന റബ്ബേ, അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശരിയാക്കും റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ സന്താനങ്ങൾ അവർക്ക് ഞങ്ങളെയൊക്കെ പ്രതീക്ഷയാണ് റബ്ബേ. അവരെ നിന്റെ മാർഗത്തിൽ നിന്ന് നയിക്കണം റബ്ബേ. നാളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നാളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഗുണമായി മാറുന്ന സന്താനങ്ങളാക്കി അവർ നീ പരിവർത്തിപ്പിക്കണം റബ്ബേ. അർഹമുർ റഹീമീൻ റബ്ബേ, അപകട മരണങ്ങളിൽ മാരകമായ രോഗം ഞങ്ങളെ കാക്കണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഇഖ്വാനിനാ സബഖൂനാ ബിൽ ഈമാൻ വലാ തജാൽ ഫീ ഖുലൂബിനാ ഇല്ലാ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത മുസ്തഖറ വമുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗഫൂർ മുദ്രിബീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.